കാലിക്കറ്റ് സർവകലാശാലയിൽ സസ്പെൻഡ് ചെയ്ത SFI പ്രവർത്തകർ വിലക്ക് ലംഘിച്ച് ഹോസ്റ്റലിൽ കയറി. തിങ്കളാഴ്ച VC കാണുമെന്ന് SFI വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത് പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നും SFI ആരോപിച്ചു. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിപിൻ, ഈ നടപടി, അതായത് ഈ സസ്പെൻഷൻ നടപടി അതൊട്ടും അംഗീകരിക്കില്ല എന്ന് നേരത്തെ SFI വ്യക്തമാക്കിയതാണ്. ആ രീതിയിൽ തന്നെ ഇപ്പോൾ പുറത്താക്കി അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾ ആ വിലക്കെല്ലാം ലംഘിച്ച് ഹോസ്റ്റലിൽ കയറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്താണ് അത് സംഘർഷത്തിലേക്ക് പോകാനുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അവിടെ? കാലിക്കറ്റ് സർവകലാശാലയിലും വൈസ് ചാൻസലർ SFI പോര് കടുക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് SFIയിലുള്ള 9 വിദ്യാർത്ഥികളെ വൈസ് ചാൻസലർ P. രവീന്ദ്രൻ സസ്പെൻഡ് ചെയ്തത്. അത് SFIയുടെ സമരത്തിൽ അത് VCയുടെ ഓഫീസിൽ കയറി അതിക്രമം കാണിച്ചു എന്നുള്ളതിലാണ് ഈ സസ്പെൻഡ് ചെയ്തത്. ഒപ്പം തന്നെ ഹോസ്റ്റൽ ഉടൻ ഒഴിയണമെന്നുള്ള നിർദ്ദേശവും ഈ ഉത്തരവിൽ പറയുന്നു. എന്നാൽ ഹോസ്റ്റൽ ഒഴിയില്ല എന്നുള്ളതാണ് SFI എടുത്തിരിക്കുന്ന നിലപാട്. ഒപ്പം തന്നെ ഈ സസ്പെൻഡിലായിട്ടുള്ള 9 വിദ്യാർത്ഥികൾ ഇന്ന് ഈ ഹോസ്റ്റലിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച എവിടെയാണോ വൈസ് ചാൻസലർ ഉള്ളത് അവിടെ എത്തി കാണും എന്നുള്ളതാണ് ഇപ്പോൾ SFIയുടെ അവിടുത്തെ കാലിക്കറ്റ് സർവകലാശാലയിലെ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. ഈ 9 വിദ്യാർത്ഥികൾ എവിടെ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ വീട്ടിൽ, അതല്ല ഓഫീസിലേക്ക് വരികയാണെങ്കിൽ അവിടെ വെച്ച് വൈസ് ചാൻസലറുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ പോകും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് പോലീസ് തടയാനും അതൊരു സംഘർഷത്തിലേക്ക് എത്താനുമുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ KSU ഒക്കെ മാർച്ച് നടത്തിയിരുന്നു. എന്നാൽ മറ്റ് രാഷ്ട്രീയ സംഘടനകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾക്കൊന്നുമില്ലാത്ത ഒരു പകപോക്കൽ രാഷ്ട്രീയം അത് SFIയോട് മാത്രം വൈസ് ചാൻസലർ കാണിക്കുന്നു. അത് സംഘപരിവാർ വിധേയത്വത്തിന്റെ ഭാഗമെന്നാണ് SFI പറയുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും സർവകലാശാല കലുഷിതമാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രജിൻ, വിപിൻ സി വിജയനാണ് മലപ്പുറത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്.